അവസാന നിമിഷം വരെ നീണ്ട സസ്പെൻസിനൊടുവിൽ 63-ാം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ കലാകിരീടം ചൂടി തൃശൂർ. 1008 പോയിന്റ് നേടിയാണ് തൃശൂരിന്റെ സുവർണ നേട്ടം. കേവലം 1 പോയിന്റ് വ്യത്യാസത്തിലാണ് പാലക്കാടിന് 1-ാം സ്ഥാനം നഷ്ടമായത്. 1007 പോയിന്റോടെയാണ് പാലക്കാട് 2-ാം സ്ഥാനത്തുള്ളത്. 1003 പോയിന്റ് നേടിയ കണ്ണൂരാണ് 3-ാം സ്ഥാനത്ത്. നീണ്ട 26 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് കലാകിരീടം തൃശൂർ സ്വന്തമാക്കുന്നത്. 1994, 96, 99 എന്നീ വർഷങ്ങളിലാണ് തൃശൂർ മുൻപ് കപ്പുയർത്തിയത്. സ്കൂളുകളുടെ വിഭാഗത്തിൽ ആലത്തൂർ BSS ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂളാണ് ഒന്നാമത്. 12-ാം തവണയാണ് ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂൾ ഈ നേട്ടം കൊയ്യുന്നത്. മുഖ്യവേദിയായ സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് സമാപന സമ്മേളനം നടക്കുന്നത്. ഇന്ന് വൈകുന്നേരം 5 മണിയോടെ നടക്കുന്ന സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. ജേതാക്കൾക്കുള്ള സ്വർണ്ണക്കപ്പും മാധ്യമ പുരസ്കാരങ്ങളും മന്ത്രി V ശിവൻകുട്ടി സമ്മാനിക്കും. സ്വർണ്ണക്കപ്പ് രൂപകൽപ്പന ചെയ്ത ചിറയൻകീഴ് ശ്രീകണ്ഠൻ നായരെയും 2 പതിറ്റാണ്ടായി കലോത്സവ പാചകത്തിന് നേതൃത്വം നൽകുന്ന പഴയിടം മോഹനൻ നമ്പൂതിരിയെയും ചടങ്ങിൽ ആദരിക്കും. മന്ത്രി GR അനിലാണ് ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത്. സിനിമാ താരങ്ങളായ ടോവിനോ തോമസും ആസിഫ് അലിയും മുഖ്യാതിഥികളാകുന്ന ചടങ്ങിൽ സ്പീക്കർ, മന്ത്രിമാർ തുടങ്ങിയവർ പങ്കെടുക്കും. പൂർണ്ണമായും ഹരിതചട്ടം പാലിച്ചാണ് ഇത്തവണത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവം നടന്നത്. ഇത്തവണ 25 വേദികളിലായാണ് കലയുടെ അരങ്ങുണർന്നത്. എല്ലാ തവണയും കേൾക്കുന്ന വിധിനിർണയത്തിലെ പരാതികളും ആരോപണങ്ങളും വളരെ വിരളമായ കലോത്സവത്തിനാണ് ഇത്തവണ തിരശീല വീഴുന്നത്. ഊരുകളിൽ മാത്രം അവതരിപ്പിച്ചിരുന്ന മംഗലം കളി, മലപുലയ ആട്ടം, പളിയ നൃത്തം, പണിയ നൃത്തം എന്നിവയെല്ലാം അരങ്ങിലെത്തിയതും ഇത്തവണത്തെ കലോത്സവത്തിന്റെ പ്രത്യേകതയായിരുന്നു.